ഒരു കിൻഡർഗാർട്ടൻ അധ്യാപിക കുട്ടികളോട് അവർ വെറുക്കുന്ന വ്യക്തിയുടെ പേര് ഉരുളക്കിഴങ്ങിൽ എഴുതാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇടാൻ ആവശ്യപ്പെട്ടു. ചില കുട്ടികളുടെ കയ്യിൽ 2 or 3 കിഴങ്ങുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചിലരുടെ കയ്യിൽ 5 അതിൽ കൂടുതലോ ഉണ്ടായിരുന്നു. അധ്യാപിക കുട്ടികളുടെ അടുത്ത് ഒരാഴ്ചത്തേക്ക് എവിടെ പോയാലും ആ പ്ലാസ്റ്റിക് ബാഗ് കൂടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ദിനങ്ങൾ കടന്നുപോയി. ചീഞ്ഞ ഉരുളക്കിഴങ്ങിന്റെ നാറ്റം സഹിക്കവയ്യാതെ കുട്ടികൾ അധ്യാപികയോട് പരാതി പറഞ്ഞു. 5 അതിൽ കൂടുതൽ കിഴങ്ങുകൾ ചുമന്ന് നടന്ന കുട്ടികൾക്ക് നാറ്റവും അതിൻ്റെ ഒപ്പം തന്നെ ഭാരവും തോന്നി. അധ്യാപിക കുട്ടികളോട് തിരക്കി, നിങ്ങൾക്ക് എങ്ങനെ തോന്നി കയ്യിലുള്ള കിഴങ്ങുകൾ ഒരാഴ്ച കൂടെ കൊണ്ട് നടന്നപ്പോൾ? കുട്ടികൾ അവരുടെ നിരാശ പുറത്ത് കാട്ടിക്കൊണ്ട് കംപ്ലൈന്റ് പറഞ്ഞു. വല്ലാത്ത ഭാരം, വല്ലാത്ത നാറ്റം, സഹിക്കാൻ വയ്യ. അധ്യാപിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പ് കൊണ്ട് നടക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ വിദ്വേഷത്തിന്റെ ദുർഗന്ധം നിങ്ങളുടെ ഹൃദയത്തെ മലിനമാക്കും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അത് കൊണ്ടുപോകും. കേവലം ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ചീഞ്ഞ ഉരുളക്കിഴങ്ങിന്റെ ഗന്ധം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷത്തിന്റെ ദുർഗന്ധം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ കുട്ടികളെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഏറ്റവും നല്ല മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതാണ്. അതാണ് സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല മാർഗം.